ആ സമയത്തുള്ള IP പേഷ്യൻറ്റുകളെയാണ് നമ്മുടെ വാർഡുകളിൽ അഡ്മിറ്റ് ആക്കുന്നതും ആ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻറ്റുകൾക്ക് തികച്ചും നമ്മുടെ രാത്രികാലങ്ങളിലെല്ലാം ഡോക്ടറുടെയും മറ്റ് സ്റ്റാഫുകളുടെയും സേവനം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ IP തുടങ്ങിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം നിലവിലുണ്ടായിരുന്ന കുറേ വർഷങ്ങളായി 2-3 വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന IP സംവിധാനം ഇന്നിവിടെ പുനരാരംഭിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തുടക്കം എന്ന ദിവസത്തിൽ നമുക്ക് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള OP സമയങ്ങളിൽ വരുന്ന പേഷ്യൻറ്റിനെയാണ് നമുക്ക് കിടക്കുന്ന സൗകര്യം ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ അതിനുശേഷവും അത്യാവശ്യ രാത്രികാലങ്ങളടക്കം ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്ന മുറയ്ക്കാണ് നമുക്ക് IP സംവിധാനം ഇവിടെ നിലനിർത്തുന്ന കുറേ വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഭരണസമിതിക്കെതിരെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങളെല്ലാം ഭാഗമായി പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് വെച്ചുകൊണ്ടാണ് ഡോക്ടറെ അധികമായി നിയോഗിക്കുകയും അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്ന ഭാഗമായിട്ടാണ്. അപ്പോൾ ബഹുമാന്യമായിട്ടുള്ള ജനങ്ങൾ ഇത്തരത്തിലുള്ള ഈ IP സേവനത്തെ ഏറ്റവും വളരെ ആത്മാർത്ഥതയോടെ കാണുകയും സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകളായി നമുക്കുള്ള ഒരു പ്രധാന ആവശ്യവും ജനങ്ങൾ പറയുന്നത് അത്യാവശ്യം ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നിവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. പറഞ്ഞാൽ ഇതൊരു കൂട്ടായ്മയുടെ ഒരു വിജയം എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായാലും ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും HMC അംഗങ്ങളായാലും എല്ലാവരെയും കൂടെ ഒരു സഹകരണത്തോടു കൂടി ആവശ്യം ഉന്നയിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തതാണ് ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാനും ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ IP തുടങ്ങാനും സാധിച്ചത്. കുറേ വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നുമൊക്കെ നമ്മൾ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഇതിവിടെ തുടങ്ങാൻ കഴിയുന്നത്. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവട്ടെ എന്നുള്ള ഒരു ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ IP വീണ്ടും പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും എല്ലാം സൂചിപ്പിച്ചതുപോലെ രാവിലെ 9 മണി മുതൽ 6 മണി വരെ OP ടൈമും അതിൽ വരുന്ന അത്യാവശ്യക്കാരായ ആൾക്കാർ ഇവിടെ IP-യിൽ കിടത്തി ചികിത്സയും പുനരാരംഭിക്കുകയാണ്. എന്തായാലും സാധാരണക്കാരായ നമ്മുടെ ചടയമംഗലത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ രീതിയിലാണ് നമ്മുടെ IP വീണ്ടും പുനരാരംഭിക്കുന്നത്. എന്തായാലും ഇത് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാൻ. നമസ്കാരം. നമ്മുടെ മുടങ്ങിക്കിടന്ന IP വീണ്ടും പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഒരു വർഷത്തോളമായിട്ട് IP മുടങ്ങിയിരിക്കുകയായിരുന്നു. നമ്മൾ നിലവിൽ OP മുടക്കമില്ലാതെ തുടരുകയും ആ OP-യിൽ അഡ്മിറ്റാകുന്ന പേഷ്യൻസിന് നൈറ്റ് എല്ലാ സേവനവും കൊടുക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും തന്ന നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറും ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറും നമ്മുടെ കൂടെ നിന്ന് പ്രോജക്റ്റ് തന്നെ വെച്ച് നിന്ന് ഒരു ഡോക്ടർ എടുക്കാൻ സപ്പോർട്ട് തന്ന പഞ്ചായത്തിനും എല്ലാ HMC മെമ്പേഴ്സിനും പഞ്ചായത്ത് മെമ്പേഴ്സിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ HMC മെമ്പേഴ്സിനും നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിനും അതുപോലെ പുതിയ ഡോക്ടർ ജോയിൻ ചെയ്തു ഡോക്ടർ അമൽ ഇന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്ക് നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ ചടയമംഗലം നിവാസികൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിതിലേക്ക് കടക്കുകയാണ്. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ഏകദേശം ഒരു 2 വർഷക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന IP സംവിധാനം ഇന്നു മുതൽ ചടയമംഗലം FHC-യിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് OP ടൈം. അതിനുശേഷവും അപ്പോൾ OP-യിൽ വരുന്ന രോഗികളെ
കിടത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കിടത്തി ചികിത്സിക്കുകയും ആ കിടത്തിയിരുന്ന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടി ആവശ്യമായ ഒരു ഡോക്ടറെയും അതിൻ്റെ സംവിധാനങ്ങളെയും പഞ്ചായത്ത് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള സാഹചര്യങ്ങളും പൊതുജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി നമുക്ക് ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഈ സംവിധാനത്തെ ഒരു പുനർജീവിച്ചു കൊണ്ടുവരുന്നതിനുള്ള സഹായം നൽകിയ സംസ്ഥാന സർക്കാർ അടക്കം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അല്ലല്ല ഞാൻ പറഞ്ഞതാ, ഞാൻ അറിഞ്ഞോണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ IP തുടങ്ങുന്നതിന് വേണ്ടി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. എന്നാൽ തന്നെ ഒരു സന്തോഷമുണ്ട്. ഇത്രയും ഒരു രീതിയിൽ ഒരു IP ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷമായിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഈ പഞ്ചായത്തിന് ഇത് ഇത്രയും കാര്യം കോവിഡിന് മുമ്പ് തന്നെ നമുക്ക് ഇത് നിലച്ചതാണ്, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നിലച്ചതാണ്. അതിനുശേഷം കുറച്ച് കാലാവധി എടുക്കേണ്ടി വന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ തുടങ്ങാൻ പറ്റിയത് പഞ്ചായത്ത് തന്നെ ഒരു ഡോക്ടറെ വെച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കുറേ നാളായി മുടങ്ങിക്കിടന്നിരുന്ന നമ്മുടെ IP വീണ്ടും പുനരാരംഭിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. നമ്മുടെ ഗ്രാമവാസികൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ തന്നെയും ചില അത്യാവശ്യ കേസുകൾ നമ്മൾ ഇവിടുന്ന് ഡോക്ടറെ റെഫർ ചെയ്ത് വിടേണ്ടി വരും. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നാട്ടുകാരുടെ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഈ IP തുടങ്ങുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പദ്ധതി വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഡോക്ടറെ നിയമിച്ചിട്ടുള്ളത്, സ്റ്റാഫ് നേഴ്സിനെയൊക്കെ നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. പ്രസിഡന്റ് എന്നെ പിടിച്ചു. നമസ്കാരം. നമ്മുടെ ചടയമംഗലത്തെ നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വളരെ നാടുകളായി നമ്മുടെ മുടങ്ങിക്കിടന്ന IP ഇന്ന് മുതൽ പുനരാരംഭിക്കുകയാണ്. പുനരാരംഭിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് പോലെ തന്നെയാണ് പുനരാരംഭിക്കുന്നത്. അതായത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ OP സമയം. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഒരു ഡോക്ടറെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രാവിലെ 9 മണി മുതൽ 6 മണി വരെ നമ്മുടെ OP സമയത്ത് വരുന്ന IP പേഷ്യൻറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഏതെല്ലാം തരത്തിലുള്ള രോഗികളെയാണ് ഇപ്പോൾ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ തരത്തിലുള്ള രോഗികളെ ഉൾപ്പെടെ ഈ OP സമയത്ത് ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾക്ക് 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ OP ഇല്ല. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്ന IP കേസുകളെ 6 മണിക്ക് ശേഷം അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിലവിൽ അഡ്മിറ്റ് ആവുന്ന 6 മണി വരെ അഡ്മിറ്റ് ആവുന്ന രോഗികളുടെ പൂർണ്ണ ചികിത്സയും അവരുടെ മറ്റു കാര്യങ്ങളും എല്ലാം നോക്കുന്നതിന് ഇവിടെ ഓൺ കോൾ ഡോക്ടറും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചടയമംഗലത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഇതിനെ ആ അർത്ഥത്തിൽ തന്നെ പഞ്ചായത്ത് എന്ത് രീതിയാണോ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത്, അത് ആ അർത്ഥത്തിൽ തന്നെ ഒരുപാട് പേര് ഇതിനെ ഇതിൻ്റെ നെഗറ്റീവ് കമൻറ്റുകൾ പറയാൻ കാണുമെങ്കിലും ഇതിൻ്റെ പരമാവധി പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ചടയമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇന്നു മുതൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്ന വിവരം സന്തോഷപൂർവ്വം സാക്ഷി TV പൊതുജനങ്ങളെ അറിയിക്കട്ടെ. അതിന്റെ ഭാഗമായി ഇന്നിവിടെ നടന്ന ആ കിടത്തി ചികിത്സയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഇത്
ആയിരിക്കും